ഹലോ ഗെയിമേഴ്സ്, ആർ പി കമ്മ്യൂണിറ്റിയിൽ ഇതൊരു വമ്പൻ കോൺട്രവേഴ്സി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഈഗിൾ വേഴ്സസ് ഷെയ്ക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഒരു സിറ്റുവേഷന് ശേഷം ഈഗിൾ R7-നെയും ഷെയ്ക്കിനെയും കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഷെയ്ക്കും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. മീൻസ് ഈ സിറ്റുവേഷൻ തുടങ്ങുന്ന ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പി ഡിയിൽ ഒരു കൺസൈൻമെന്റ് കളിക്കാൻ പോയി ഒരു കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് മീൻസ് കൺസൈൻമെന്റ് കഴിഞ്ഞാൽ പി ഡിന്ന് ഇറങ്ങില്ല ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയും പി ഡിന്റെ ഇടയിൽ. ആ ടൈമിൽ സിറ്റിയിൽ ഇരുന്ന് പോയി, എന്നിട്ട് അതിൽ ആ സിറ്റുവേഷനിൽ കളിക്കാൻ പോയി, എന്നിട്ട് സംസാരിക്കാൻ പോലും പോയിട്ടില്ല. ആകെ R7 ഉള്ള ടാഗിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അത് സിറ്റിയിൽ സിറ്റിസൺ ആണ്. ആ ഒരു ഇതിൽ ഞാൻ മാത്രമേ അതിൽ കളിച്ചിട്ടുള്ളൂ. അതിന് എന്നെ പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി Z13 ഒരു പ്ലെയർ കളിച്ചിരുന്നു ആ കൺസൈൻമെന്റ്. അതിൽ Z13 RC7 ആ ടീം അപ്പ് ആയിട്ടാണ് TV അടിക്കാൻ വന്നതായി. ബാക്കി മീൻസ് സ്പീഡിൽ ഗ്യാങ് കളിക്കുന്ന പ്ലേയേഴ്സേ കുറവാണ്. ഒരു 10% ഉള്ളൂ. പീഡിയിൽ 100% ഗ്യാങ് കളിക്കുന്ന പ്ലേയേഴ്സ് വെറും 10% ഉള്ളൂ. അതിൽ ആകെ 2-3 പ്ലേയേഴ്സാണ് കളിച്ചത് മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷൻ 17 പീഡിയിൽ. എന്നിട്ട് അവിടുന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തിച്ചത്? ഇതിന്റെ ഇന്നലെ എന്ത് പറഞ്ഞേ? മീൻസ് നമ്മളെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഷെയ്ക്ക് എന്ത് ചെയ്തിട്ട് എന്ത് പറയുന്നത്? വെറുതെ എന്തിനാ ഈ പറയുന്നത്? മനസ്സിലായ ഇന്നലെ കടന്നുറങ്ങാൻ നേരത്ത് ഇവ ഇരുന്ന് അവിടെ ആരാധിക്കണേ മറ്റേ അണ്ടി കൂടുമ്പോ ഒരു സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ കളിച്ചതിന് ഒരു കമ്മ്യൂണിറ്റിനെ മൊത്തം എടുത്തിട്ട് അവരാധിക്കുന്നേ. എന്തേ കുറച്ച് ലോജിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ. ഒരു ലോജിക്കും ഇല്ലാതെ ഇരുന്ന് മറ്റേ സർവർ സൈഡിൽ നിന്ന് എന്തോ ടെമ്പററി സസ്പെൻഷൻ കൊടുത്തു അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ബാക്കിയുള്ളവരെ തലയൊക്കെ ഇടുന്നു എല്ലാ കാര്യം കൊണ്ട്. എന്റെ കമ്മ്യൂണിറ്റി അങ്ങ് ഡ്രാഗ് ചെയ്ത് അങ്ങ് ഊമ്പിക്കുന്നു. ആദ്യമേ പുഴുത്തി ചത്തിറക്കുന്ന തന്നെ. എന്നിട്ട് അതും പോരായിട്ട് മറ്റേ ഡസ്റ്റർ എടുത്തിട്ട് ചുമ്മാ തള്ളക്ക് വിളിച്ച് ലൈവിലിട്ടിട്ട് പീഡിനേറ്റ് അടി പൊട്ടിയിട്ടും അങ്ങനെ ഈ ഒരു സംഭവത്തില് എടാ എന്നിട്ടും നമ്മൾ TV അല്ല ഡൗൺ ആയത്, നിങ്ങൾ തന്നെ ഡൗൺ ആയത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ തന്നെ ഡൗൺ ആയത്. അപ്പം PD ഇപ്പൊ ഞാൻ എടുത്തോ? ഭരത് സാറിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ PD എന്റെ കയ്യിലാണോ? PD എനിക്ക് മനസ്സിലാവണില്ല. ഈ PDയിലും ഞാന് എല്ലായിടത്തും ഞാൻ PDയിൽ ആകെ ഇന്നലെ പറയാം, നോക്കിയ എന്ന് പറയുന്ന ഒരു പ്ലെയർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓൾറെഡി PDയിൽ കളിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട നോക്കിയന്റെ വായിന്ന് പോലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം പോലും TVനെതിരെയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട കൊട്ടക്കെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവിടെ RG7 നമ്മളൊക്കെ വെറുതെ ഇരുന്ന് ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഞാൻ ഒരു കാര്യം പറയാ, നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്തൊരു സംഭവം ഉണ്ടാവും. എന്താണ് ഫ്ലഫി ഇഷ്യൂ ഉണ്ടായിട്ട് എന്താ ഞാൻ പറയുന്നത്? ഒമാര് ഇതേമാതിരി ഞാൻ പറയാം ട്രൈ ഹാർഡായിട്ട് ഇതിക്ക് അറക്കുകയാണ് നമ്മളെ. മനസ്സിലായോ? എല്ലാത്തിൻ്റെ പ്രൂഫ് ഉണ്ട്. ഷമീറിനെയും തൊപ്പിനെ ഇരുന്ന് ആരാധിക്കണതും രാജുഭായിനെ ഇത് വേറെ പണിയുണ്ട്. അതെല്ലാം പറഞ്ഞ മുത്തേ അവിടെ പോയിട്ട് റാംബോനോട് രാജുഭായിനോടൊക്കെ നമ്മളെ കുറ്റം പറയും. നമ്മടുത്ത് വന്നിട്ട് ഉമ്മാരെ കുറ്റം പറയും. നാരദന്റെ പണി എങ്ങനെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വാച്ച് പാർട്ടിയാണോ? ഇവൻ ഓഫ്ലൈനിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പേടിപ്പിക്കും. ഇന്ന് മാക്കിന് ഞാൻ പറയാനാവില്ലെന്ന് വിചാരിച്ചാൽ ഇന്ന് മാക്കിന് മെസ്സേജ് കണ്ട് ഒരുത്തൻ്റെ മുഖം ഞാൻ നോക്കൂല. ഈവൻ നിന്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അല്ല ഈ പറയുന്ന ആരതും ഞാൻ നോക്കൂല. നിങ്ങൾക്കറിയോ ഈ പറയുന്ന നമുക്കൊക്കെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു സഹായത്തിന് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഴ്സണൽ വിഷയങ്ങളൊക്കെ ഈ പറയപ്പെട്ട ചങ്ങാനോട് പറയുന്നത്. അത് ഇവൻ കൂടെ ഒന്നും ഊമ്പിക്കൂലെന്ന് കരുതി വിശ്വസിക്കാണ്ട് പറയണതാ. പക്ഷെ ഇവ അതൊന്നല്ല. ഇവ അതൊക്കെ റെക്കോർഡാക്കി വെച്ചാണ്ട് ഒരു സമയം വരുമ്പോ ഇവൻ അത് പറയാ നിങ്ങക്ക് ഒരുപാട് പ്രൂഫ് ഉണ്ട് മുത്തേ. ഇന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു ഇതേമാതിരി ഞാനും റാംബോ മാക്കും കൊട്ടന്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നാണ്ട് വർത്താനം പറയാം. ഇവനെ കൊട്ടൻ തന്നെ ഞാൻ വിളിക്കുള്ളൂ. സീരിയസ്ലി പറയാം. ഇവനോട് എനിക്ക് പറയാ കുറച്ച് സ്നേഹവും കുറച്ച് റെസ്പെക്റ്റും ഉണ്ടായിന്. ഇന്നേ വരെ ഇന്റെ ലൈവില് മോശമായിട്ട് ഈ ചെങ്ങാനെ പറ്റി കൊട്ടയെന്നോ ചട്ടീന്നോ അല്ലെങ്കിൽ TVക്കെതിരെയോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. കൊണ്ടുവരാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വരെയുള്ള എല്ലാ ലൈവും നോക്കിക്കോട്ടെ. നമ്മളായിട്ട് പോയിട്ടില്ല. പറയപ്പെട്ട ഈ TVയിലെ ഇറ്റാച്ചും പിന്നെ അതേപോലെ പാലോലും ഇരുന്നുകാണ്ട് ഈ മറ്റേ ഫ്ലഫിനെയും റിഗോഡിനൊക്കെ ഇരുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന്റെ ഒക്കെ കേസ് അറിയാഞ്ഞിട്ടോ അതാ കഴിഞ്ഞിട്ടൊന്നല്ല. ഞാൻ ഇതുവരെ ഇന്ന് വരെ നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ഒരു പ്രശ്നം ഇനീഷ്യേറ്റ് ചെയ്യണ്ടെന്ന് കരുതിയാണ്ട് നമ്മൾ മുണ്ടാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ഇവ അതൊന്നല്ല. ഇപ്പൊ ഇന്ന് മാക്കിനെ വിളിച്ചുകൊണ്ട് പറയാണേ ആ കുണ്ണയോട് ഊമ്പിത്തരം കാണിക്കുന്നത് നിർത്താൻ പറ, അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. ഷെയ്ക്കിന് എന്തിനാ തന്തക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറയാണ് ഈ ആ കുണ്ണയോട് ഊമ്പിത്തരം നിർത്താൻ പറ, അന്നേരം ആരും തന്തക്ക് വിളിക്കില്ല. എന്ത് ഊമ്പിത്തരാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു RG7 തുടങ്ങിയതിന് ശേഷം തന്നെ നമ്മൾ നല്ല ടേംസിൽ സംസാരിച്ചിട്ടുള്ളൂ തന്നെ കൂട്ടിക്കോ. എന്നിട്ട് എന്ത് ഊമ്പിത്തരം ഞാൻ ചെയ്തു എന്നുള്ളതാണ്
വിത്ത് പ്രൂഫ് എന്തെങ്കിലും ഒരു കുണ്ണില്ലായ്മത്തിന് ഞാൻ ചെയ്തതിന്റെ നീ കൊണ്ടുവരാണെങ്കിൽ കൊട്ടെ ഈ പരിപാടി ഞാൻ നിർത്തിപ്പോവും. മനസ്സിലായോ? ഈ പരിപാടി നീ കാണുന്നുണ്ട് നിനക്ക് അറിയാം കൊട്ടെ. അതുകൊണ്ട് നീ ഇത് അങ്ങനെ വിത്ത് പ്രൂഫ് ഞാൻ എന്തെങ്കിലും മുമ്പിൽ തന്നെ ചെയ്തിടുന്നുണ്ടെങ്കിൽ നീ അത് പറ. മാക്കിനെ വിളിച്ചാണ്. അത് നിന്റെ കാര്യമാണേലും എവന്റെ കാര്യമാണേലും ഞാൻ നോക്കൂല. എന്റെ ഫാമിലി മൊത്തം ഡ്രാഗ് ആക്കി ഗ്രൂപ്പിൽ അവരാധിക്കുക. എടാ കുണ്ണെ ഞാൻ പറയട്ടെ, ഈ ഇന്നലെ ഇപ്പം എന്താ പറയാ ലൈവിലിരുന്നാണ്ട് അമ്പി ആണെങ്കിലും അമ്പിന്റെ തന്തയാണെങ്കിലും എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ അമ്പിയാണെന്ന് ഞാൻ സമ്മതിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. കൊട്ടയാണെന്ന് നീയും സമ്മതിക്കരുത്. ഈ കൊട്ടയും കൊട്ടന്റെ തന്ത വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോണില്ല. മനസ്സിലായോ? നിന്നെ ഇരുന്നാണ്ട് ഈ പറയുന്ന തൊപ്പിനെ നീ എങ്ങനെ ഊമ്പിക്കാൻ നോക്കിയെന്നുള്ളതിന്റെ നീ എന്നെ പറയുന്ന റെക്കോർഡ് ഇന്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ കേൾപ്പി. ഇവന്റെ വിചാരം ഇന്ത്യയും ഈ സാധനം ഒന്നും ഇല്ലായിരുന്നോണ്ട് എന്തെല്ലോ റെക്കോർഡ് ഉണ്ട്. ഉണ്ടെങ്കിൽ എന്താടാ കുണ്ണെ? മറ്റേ ഇന്ത്യന്ന് മറ്റേ താലിബാൻക്ക് മറ്റേ ഇന്ത്യന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ മറ്റേ വോയിസ് ഒന്നും അല്ലല്ലോ. ഇന്നെടുത്തുങ്ങാണ്ട് അങ്ങനെ പീനൽ കോഡിൽ മറ്റേ ഇവിടെ കൊണ്ടുപോയാണ്ട് ഇന്നെ ശിക്ഷിക്കാന് അന്റെ ഈ പൂറ്റിലെ RP കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും വോയിസ് ഡിസ്കോഡിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ മൂഞ്ചിയത് പറയാനാണെന്നുണ്ടെങ്കിൽ മയില് എനിക്ക് വേറെ പരിപാടി ഉണ്ട്. മനസ്സിലായോ? ഞാൻ അതങ്ങ് പിടിച്ച് പോവും. അല്ലാതെ ഇതിലൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഈ കുണ്ണക്കെതിരായിരുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവന് കടി വന്നടാ ചുമ്മാ. ഇവനെ വിശ്വസിച്ച് കാര്യങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്ത് T47 മെമ്പേഴ്സ് കയറാൻ നോക്കിയതിന്റെ കഥ മൊത്തം ഇവ ഇന്ത്യയിൽ ഇങ്ങനെ എന്നാ കുടിച്ചോ. പട്ടി ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടമാര് ഇങ്ങനെ ഇട്ടെന്ന് ഞാൻ ഒരു പൊട്ടനെ പോലെ ഇതിങ്ങനെ കേട്ട് ഇവനെല്ലാം ചോദിച്ചതിനെ പൊട്ടന്മാരെ മാരി പറഞ്ഞു കൊടുക്കും. ഇവ ഒന്നും ഊമ്പിച്ചൂലെന്ന് കരുതിയാണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഇവൻ ഇരുന്ന് അവിടെ ഇരുന്ന് മൊത്തം ഇതേമാതിരി കൺവേർട്ട് ചെയ്ത് കണ്ട് ഇതെല്ലാം വേറെ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ പറയണേ അന്ന് ഇവന്റെ പ്രശ്നം എന്തായിരുന്നു അറിയോ? ഇവനോട് ഞാൻ അലക്സ് പോയതിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരു ലൈവ് ഇട്ടു എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഞാൻ അന്നൊരു ലൈവ് ഇട്ട് എനിക്ക് സങ്കടത്തിന്റെ പുറത്തൊരു സാധനം പറഞ്ഞതല്ലാതെ പിന്നെ ഇവനെ ഈ പറയുന്ന അലക്സിനെ അവരാധിക്കണ ഒരു സാധനം എന്റെ ലൈവ് ഒന്ന് കൊണ്ടുപോവാ. തൊപ്പിയൊക്കെ തിരിച്ചു വന്ന് അവരാധം തുടങ്ങിയാലോ അല്ലെ ഷമീർ ഇപ്പൊ തിരിച്ചു വന്ന് ഷമീറിന് സത്യം പറഞ്ഞാൽ ഷമീറിന്റെ പേര് കേസില്ല. ഈ ഷമീർ മണ്ടനായിട്ടാണ് ഈ മണ്ടൻ ഗുണത്തരല്ല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ് ടെസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. കയ്യിൽ നിന്ന് സാധനം പിടിച്ചാൽ മാത്രമേ പോലീസുകാർ പോലും പ്രശ്നമുള്ളൂ. ഡ്രഗ് ടെസ്റ്റ് ചെയ്തിട്ട് അവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തെളിയിച്ചു കൊടുത്ത മണ്ടനവൻ. ഇവന് ബുദ്ധിക്കുറവ് വല്ലതും ഉണ്ടോന്ന് ഞാൻ ആലോചിക്കണം. ഇവന്റെ പേര് FIR പോലും ഇല്ല. ഇവൻ ആരെ കാണിക്കാനാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യണേ? അതും ഡ്രഗ് ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തതിന് ഇനി മിക്കവാറും അവന്മാര് കേസ് കൊടുക്കും ഇവര് മറ്റേ ലാബുകാര്. ഇതൊന്നും അല്ല മുത്തേ കൺവിൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഇവന്റെ ഒപ്പം ഓഫ്ലൈനിൽ ദയവ് ചെയ്ത് ആരും പോയിട്ട് സംസാരിക്കല്ലേ. ഓഫ്ലൈനിൽ ഇവന്റെ ഒപ്പം പോയി സംസാരിച്ചാൽ ഇവൻ കയ്യിലെടുത്താളും. ഇവൻ കൺവിൻസ് ചെയ്ത് ഇവൻ കയ്യിലെടുത്താളും. എന്നിട്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇതേമാതിരി പറയിപ്പിക്കും. മണ്ടനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യന് ബേസിക് ബുദ്ധി വേണ്ടേ? ഇനി അവൻ തിരിച്ചു വന്നാൽ അവൻ അടുത്ത ഗ്യാങ്ങുമായിട്ട് വരും. മനസ്സിലായി? ഇതെല്ലാം ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് വരും. നിങ്ങളുടെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റപ്പ് ആവും. എന്നുവെച്ചാൽ ഇവരെല്ലാം ഈ കേസിന്റെ പുറകെ ഇതിന്റെ പുറകെ ഒക്കെ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഇപ്പൊ ഒന്ന് അണഞ്ഞു വരുമ്പോഴത്തേന് തൊപ്പി അവരാധിക്കുന്നതിന് മാസ് റിപ്ലൈ ആയിട്ട് വരും. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ തൊപ്പിയുടെ ഈ ഒരു കേസ് വന്നപ്പോ കേട്ടോ തൊപ്പിനെ പറ്റി പറയണ കേട്ടോ. ഞാൻ എന്തല്ലോ തൊപ്പിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കണ്ടെന്നല്ലോ എന്തോ പറഞ്ഞിനോ. ഞാൻ തൊപ്പിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിങ്ങനെ തന്നെ എനിക്കൊരു അണ്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതേമാതിരി വന്നാണ്ട് ഈ അമ്പി എന്ന് പറയുന്ന സാധനം നീയാണ് കൊട്ടെ. ലൈവിൽ വന്നിരുന്നുകാണ്ട് ഈ അമ്പിത്തരം പറയുന്നത് മനസ്സിലായോ? ഓഫ്ലൈനിൽ വേറെയും ഓൺലൈനിൽ വേറെ ഉള്ളത് നീയാ. ഞാൻ ഇവിടെ വന്നാണ്ട് ആവശ്യമില്ലാത്ത ഒരാൾക്കും ഹെയ്റ്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയലില്ല. ഓഫ്ലൈനിൽ ഇരുന്നാണ്ട് നമ്മൾ പലതും പറയും. അഥവാ ഓഫ്ലൈനിൽ ഇപ്പൊ എനിക്ക് ഒരാളെ പറ്റാത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനിലേ പറയുള്ളൂ അങ്ങനെ തമ്മിൽ. അല്ലാതെ ഇവിടെ വന്നാണ്ട് ലൈവിൽ ഇരുന്നുകാണ്ട് ഉൾട്ടാക്കിങ്ങാണ്ട് പറയുന്ന പരിപാടി എനിക്കില്ല. അഥവാ ഇവൻ പറയുന്നത് എന്താന്ന് കേട്ടോ. അഥവാ ഇവന്റെ അടുത്ത് എന്തോ തൊപ്പിന്റെ എന്തോ ഒരു സാധനം കിട്ടിയിക്കണേ. അല്ലാതെ കേട്ടോ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുക. ഞാൻ ഇനി ഇവന്റെ മാസടിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഇത് കഴിയുമ്പോ അടുത്തത് എന്ത് കൊണ്ടുവരണമെന്ന് എനിക്കൊന്ന് അറിയണം. ഇവന് ഒരു നാണോ ഇല്ലാതെ ഇതൊന്ന് കവറപ്പ് ചെയ്യും. എനിക്ക് ഉറപ്പാണ് തൊപ്പി ഇത് കവറപ്പ് ചെയ്യും ഈസി ആയിട്ട്. പക്ഷെ അത് കഴിയുമ്പോ അവനൊരു അപരാധം തുടങ്ങും. അന്നേരം ഷെയ്ക്കിനും എനിക്കും ഒക്കെ ഓരോന്നോരോന്നമാരെ വെക്കും. പക്ഷെ ഞാൻ ഇത് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഷെയ്ക്കിനെ കൂട്ടി പിടിച്ചുട്ടേക്ക്. ഷെയ്ക്കിന് ഇതേമാതിരി ആരെയൊക്കെ വെക്കുമെന്ന് പറഞ്ഞാണ്ട് എന്നെ കൂട്ടി പിടിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ ഇവന്റെ സൈഡാണ് എന്നുള്ളത് ഇന്നെ ഇന്റൻഷനലി ഇപ്പം വരുത്തി വെക്കുകയാണ്. മനസ്സിലായോ? എന്നിട്ട് നമ്മളെ തള്ളിൽ നിന്ന് എന്തേലും അതുകൊണ്ടാണ് അവന് എടുത്ത് വെക്കണം. പക്ഷെ അവന് ഒരു ധാരണ ഉണ്ടാവൂല എന്റെ ഇത് ഉണ്ടാവുമെന്ന്. കണ്ടോ? അഥവാ തൊപ്പിക്ക് ഒരു ധാരണ ഉണ്ടാവൂല ഇവന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത്. അത് അവൻ വെക്കണം. അത് വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചൊറിയുന്നതാ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. റീസെന്റ് ആയിട്ട് എന്താ
തൊപ്പിനെ ഇരുന്ന് ആരാധിക്കണം, തൊപ്പിന്റെ മറ്റേ നൂഡിൽസ്, മറ്റേത് അണ്ടി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവ ഇതിന് മുമ്പ് തൊപ്പിനെ നൂഡിൽസ് ആക്കിയാണ്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ദിവസം വന്നാണ്ട് ഫേസ് ക്യാം ഒക്കെ ഓഫ് ആക്കിയാണ്ട് സോറി അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ആ ട്രിഗറിന്റെ പുറത്ത് ചാറ്റ് കണ്ടുകാണ്ട് പറഞ്ഞു പോയതാണ് പറഞ്ഞാണ്ട് ഒരു ദിവസം സോറി പബ്ലിക്കലി വന്നാണ്ട് പറഞ്ഞാണ്ട് പോയല്ലോ. അത് കഴിഞ്ഞ് ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട് അന്ന് ഇന്നെ ഇവ അമ്പിയാക്കി, മനസ്സിലായ? ഇവൻ ഷമീർ ഇതേമാതിരി വി സി വന്നുകാണ്ടിരുന്നുകാണ്ട് ഈ പറഞ്ഞ സമയത്ത് അത് ഞങ്ങളെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ SRRയും ഇവരൊക്കെ ഡിസ്മാൻഡായി പോയത് ടി വി ഒക്കെ അതിൽ പങ്കുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞതിനാണ് ഇവ ഇന്നൊരു അമ്പിയാക്കിയതും ഇവന് ജയിക്കാൻ വേണ്ടിയാണ്ട്. മറ്റേതൊക്കെ മറ്റേ ഇയാൾ പറഞ്ഞ മാതിരി വാനിഷ് മോഡ്ക്ക് പോയി, തൊപ്പിനെ പറഞ്ഞൊന്നും അപ്പൊ ഇല്ല. ഇന്നിങ്ങ് ഇരുന്ന് അവരാധിച്ചു വന്നവൻ, മനസ്സിലായ? ഒക്കെ ഞാൻ അവരാധിച്ചതുപോലെ ലോകത്താരെ ഞാൻ അവരാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ മര്യാദക്ക് പോകുന്നതിന്റെ കാര്യം ആർക്കും അങ്ങോട്ട് ഞങ്ങൾക്ക് അമ്മമാരെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇപ്പോഴും വന്ന് തല്ല് മേടിച്ചിട്ട് പോയി. ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഞങ്ങൾക്ക് അമ്മമാരെ തല്ലിയാലും ഞങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടാണ് ഞാനിപ്പോ ഒന്നും പറയാത്ത. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഇപ്പൊ അത് കണ്ടന്റ് അല്ല, മനസ്സിലായോ? ലിറ്ററലി കണ്ടന്റ് അല്ല ആ പരിപാടി. അവന്മാർ നിർത്തി. ഇപ്പൊ നമ്മളെ ചൊറിയണ എന്താ വെച്ചാൽ നമ്മളെ തല്ലണത് അവന്മാർക്ക് കുറച്ച് കണ്ടന്റ് ആണ്, കണ്ടന്റ് ബേസിൽ. ആരാ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4-5 പേര് KB എന്നുള്ള പ്ലേയേഴ്സ് ആ 4-5 പേരെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് ഇറങ്ങിയപ്പോ പിന്നെ ഒക്കെപ്പാട് ഇറങ്ങി വന്ന് നമ്മളെ ഈ പറയുന്ന KBയിൽ 9 സ്ലോട്ട് ഉണ്ടായിരുന്നു. ആ 9 പേരും അല്ല, TVയിലുള്ള അസെൻസിയോ അടക്കം 10 പേര് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പേര് വന്നപ്പം ആ KBന്ന് ഇറങ്ങിയ 9 പേരിലുള്ള ആൾക്കാരൊന്നും അല്ല ഇതിലുള്ളത്. ഫെക്സർ ഇല്ല, വേറെ ആരൊക്കെയോ ഇല്ല അതില്. ഒസാക്ക കേറുന്നുണ്ട്. ഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈത്താറ്റി കടലിന്റെ നടുവിൽ നിൽക്കണ മാതിരി. എനിക്കിപ്പം ഉമ്മാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞ് ഉമ്മാരെ അവിടുന്ന് ഇറങ്ങിയും ചെയ്ത് ഉമ്മാരെ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ നിരുത്തിയാൽ മതിയായിരുന്നു. ഇതിപ്പം ഞാൻ ആ ഓപ്പർച്യൂണിറ്റി കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിക്ക് അതിന് 1ാമത്തെ മിനിറ്റ് മുതലേ കൺവേർട്ടിങ്ങാ, മനസ്സിലായോ? അല്ല കൺവിൻസിങ് ഇവ എന്നോട് എന്താ അറിയാം, എടുക്കണ്ടെന്നാണ് പറയില്ല. പക്ഷെ എടുക്കണ്ടെന്നുള്ളത് തല കുത്തനെ ഇങ്ങനെ മൂക്കുടിച്ചൂല, ഇങ്ങനെ മൂക്കുടിച്ചു, മനസ്സിലായോ? എടുത്താ പണി ആവുവേ, എടുത്താ നീ ഊമ്പിയേ, എടുത്താ ഷെയ്ക്ക് ഊമ്പി, ഗ്യാങ് ഊമ്പി, അതൊക്കെ ഉണ്ടടാ ഇതിലെല്ലാ സാധനം ഉണ്ട്, എല്ലാ ഇതിലെന്നെ ഉണ്ട് ഈ ഒരു ക്ലിപ്പില്. പക്ഷെ അവന് ATXനെ കൊണ്ടുവരണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും അവൻ ഇത് ചെയ്യുന്നത്. ഫ്ലഫി ആണെങ്കിലും ദിഗോഡാണെങ്കിലും നിങ്ങളുടെ ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഓക്കെ, പക്ഷെ അവനതൊക്കെ നല്ലപോലെ അറിയാവുന്നതാണ് ഈ ഗ്യാങ് ബിൽഡ് ചെയ്യുന്ന കാര്യം. യുവമാരുടെ തനിക്കോണമല്ല ഈ കാണിക്കണത്. എക്സ്ട്രീം മണ്ടത്തരമാണ്. ഇനി അല്ല ഞാൻ പറയട്ടെ, ഓപ്പണേറ്റ് അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഒരു മാക്സിമം ഒരു 5-6 സ്ലോട്ട്. ഇതല്ല ഷെയ്ഖ് അന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ഷെയ്ഖ് എന്തോ പറഞ്ഞു, ഞാൻ കൂടിപ്പോയ ഒരു 2-3 പേരെ എടുക്കുന്നുള്ളൂ എന്നാണ് ഷെയ്ഖ് എന്നോട് പറഞ്ഞത്. ഞാൻ അന്നേരം ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖ് അത് ചെയ്തിട്ട് പയ്യെ ബിൽഡ് ചെയ്യ ഷെയ്ഖ്, ഏറ്റവും നല്ലതാണെന്ന്. നിങ്ങളിപ്പോ ഇവന്മാരെ അഥവാ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞുതരാം. മൊത്തത്തിൽ ഇത് ഇങ്ങനെ തന്നെ ഉമ്മാരെടുത്താ ഊമ്പും, ഉമ്മാരങ്ങനെ ആക്കീണ്, ഉമ്മാരിങ്ങനെ ആക്കീണ് എന്നെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇരുന്നുങ്ങാണ്ട് എന്താ പണി വെച്ചാല് T47നും ഇനിയും തമ്മിൽ തല്ലിച്ച. അഥവാ ഇൻ കേസ് ഞാൻ ഗ്യാങ് ആയി സിറ്റി വന്നു കഴിഞ്ഞാൽ T47 പ്ലേയേഴ്സ് ഇന്ത്യയിൽ കളിക്കരുത്. അവന്മാരെ ഇതാക്കണം. എന്ത് ഷെയ്ഖ് എന്നെ നിങ്ങളൊക്കെ പറ്റി ഇങ്ങനെ എല്ലാം പറഞ്ഞാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതിനെ തന്നെ അത് കൊട്ട പറയിപ്പിച്ചതാ, മനസ്സിലായോ? ഇരുന്ന് എന്തെല്ലോ പ്രൂഫ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പുറത്ത് പോയി ഇത് പറഞ്ഞു, ഇപ്പുറത്ത് വന്ന് അത് പറഞ്ഞു. എടാ ഞാൻ പറയടപ്പ നിർത്തട, അത്ര കാലയില്ലേ മയിലേ, വേറെ വല്ല പണി നോക്ക്. ഇരുന്ന് ഇങ്ങനെ തമ്മ് തല്ലിച്ചിന്റെ പണി എടുത്തിട്ട് ഇവൻ ഈ ഇരുന്ന് അവരാധിക്കണതൊക്കെ ഞാൻ ഒന്നും ഇവനെ ചെയ്തിട്ടില്ല. നമ്മളെ ഓഡിയൻസ് ആണ് എന്ന് പറയപ്പെടുന്ന ചാറ്റ് അവിടെ പോയി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലാണ് എന്തെങ്കിലുമൊക്കെ നീ എന്തോ ചെയ്യും മയിരേ, നീ എന്തോ ചെയ്യും എന്നെല്ലാം ചോദിച്ചാണ്ട് അവന്മാർക്കുള്ള മറുപടി ഞാനായിങ്ങാണ്ട് പോണത്, മനസ്സിലായോ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ സിനോക്സ് മൈരൻ എന്ന് പറഞ്ഞാണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. മിഞ്ഞാന്ന് ഇവിടെ ഞാൻ മറ്റേ ഫോർസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചാറ്റിൽ വന്നിരുന്നു. ആ ചാറ്റിൽ വന്ന സമയത്തും ഞാൻ ഓനോട് മര്യാദക്ക് സംസാരിച്ചിട്ടാണ്, ഓൻ്റെ അടുത്ത് അവനെ പറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. അല്ലാതെ അപ്പോഴും അവൻ കോണ്ടന്റ് ചെയ്യുന്നത് TVന്റെ ആണെന്നും ഈ കൊട്ടന്റെ ആണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ ഈ കൊട്ടനെയും ചട്ടിനെയും ഒന്നും അതിൽ ഞാൻ വലിച്ചിട്ടിട്ടില്ല. ഞാൻ ആ സിനോക്സിനുള്ള കൊടുത്തുങ്ങാണ്ട് വിട്ടിട്ടുള്ളൂ. അപ്പൊ നിനക്ക് അതേപോലെ നമ്മളെ ചാറ്റിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അവന്മാരെ പിടിച്ച് അവന്മാർക്കുള്ള മറുപടിയോട്, അല്ലാതെ എനിക്കിട്ടല്ല, മനസ്സിലായ? എന്തിനും നീ ഏതിനും നമ്മളെ തലയിൽ RC സാറിന്റെ തലയിൽ RX സെന്ററോ എന്തിനാ തീട്ടപ്പെട്ടു അതുപോലൊക്കെ എന്തിനാ ഈ RX സെന്ററിന്റെ പറയണേ? തീട്ടം പോയോ അതുപോലൊക്കെ? ഇവൻ ആരടാ ഇരുന്ന് തന്തക്കൊക്കെ വിളിക്കുന്നു ഇന്നലെ നോക്കുമ്പോ, ക്ലിപ്പൊക്കെ നോക്കുമ്പോ. ഇവ ആരടാ? ഇവ രാവിലെ വന്നാണ്ട് ഒരു വീഡിയോ ഇടും, ഗൈസ് ഞാനിത് 2 ദിവസം മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു, നിങ്ങൾ അർജന്റീനന്റെ ലെജൻസിനെയും
മറ്റേ പോർച്ചുഗലിന്റെ ലെജൻസിനെ ഒന്നും പറ്റിയിട്ട് നിങ്ങളൊന്നും പറയരുത്. അവരെ സ്കില്ലിനെ പറ്റി നിങ്ങൾ നോക്ക്, അല്ല നിങ്ങൾ അവരെ പറ്റി ഒന്നും എന്നിട്ട് രാത്രി വന്ന് ക്യാമറ ഓഫാക്കി വേറുള്ള ആൾക്കാരെ ലെവലിൽ പോയാണ്ട് കമ്മ്യൂണിറ്റി മറ്റേ അണ്ടിയാണ് പറയാണെന്ന് പറഞ്ഞാണ്ട് നടക്കണ കുണ്ണൊക്കെ വന്നിരുന്നാണ്ട് അവരാധിക്കണ് പച്ചക്കും തന്തക്കും തള്ളക്കും ഇരുന്നിട്ട്. ഇവനാണ് മറ്റേ CR7 മെസ്സിന്റെ ഈ സാധനം പറഞ്ഞതിനൊക്കെ ഇരുന്നാണ്ട് ഇതാക്കണേ. കൊട്ട നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ, എനിക്കത് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നല്ല. ഇൻഫ്ലുവൻസേഴ്സ് പോലും അങ്ങനെയാണ് ഇപ്പോഴെന്ന്. ഫാൻ ഫൈറ്റ് ഓക്കെ, പക്ഷെ ഗ്രഡ്ജ് ആവല്ലേ, മനസ്സിലായോ? നിനക്ക് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ മോണോപോളി എക്സ്ട്രീം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്ര എനിക്ക് നിന്നെ പറ്റി പറയാനുള്ളൂ. ഒറ്റ സിംഗിൾ വേർഡില് മോണോപോളി വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുണ്ണ, അത്രേ നീ ഉള്ളൂ. ഇനി നിന്റെ അവിടുന്ന് ആരെങ്കിലും ഇതിനെ പറ്റി തൊള്ള തുറന്ന് ഓരോരുത്തരുടെ സാധനം എൻ്റെ ഉണ്ട്, ഞാനും ഇതേമാതിരി വെച്ചിരുന്ന് അവരാധിക്കും. എനിക്ക് അതിന് ഉള്ളൊരു സാധനം തരുന്നത് ഈ പറയപ്പെട്ട ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ കാണിച്ചു തരാം. ഒറ്റ ഒന്നിനോടും നിന്റെ പ്ലേയേഴ്സിനോട് RG7 സൈഡിൽ നിന്ന് ഒറ്റ ഒന്നിനോടും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്കും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവരുത്. ഒരാൾ പോലും മോശം ചെയ്യുങ്ങാണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകാണ്ട് അവന്മാർ അവിടെ ഇരുന്ന് ചൊറിയണേന് നമ്മൾ മറുപടി കൊടുക്കണ്ടെന്നാണ് ഞാൻ അന്നേ ഇന്നും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നീ അതല്ല, പറ്റുമെങ്കിൽ നീ നിന്റെ പിള്ളേരെ കൺട്രോൾ ചെയ്യും. ഞാൻ പറയട്ടെ, T47 പ്ലേയേഴ്സ് ഒന്നും എവിടെയും പോയിട്ടില്ലടാ. ഇവന്മാരായിട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്, ഈ പറയപ്പെട്ട എല്ലാവരായിട്ടും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ഇവന്റെ റിയൽ ഫേസ് എന്താന്നുള്ളതൊക്കെ ഈ പറയപ്പെട്ട കുറെ സാധനങ്ങൾ ഇവന്മാർ കൺവേർട്ട് ആക്കി തന്നത് ഇവന്മാർ എടുക്കൂല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ഇവന്മാർ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചാണ്ട് എന്നെ ബോധ്യപ്പെടുത്തിയ കുറെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയതുണ്ട്. അവന്മാരൊക്കെ പാവങ്ങളാണ്. ഇവന്റെ ട്രാപ്പിൽ പെട്ട് ഞാൻ ഒരു കാര്യം ഓപ്പൺ ചലഞ്ച് പോലെ പറയാം, ആരെങ്കിലും ഇവന്റെ ഫാൻ ബേസ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഈ പറയപ്പെട്ട RPക്ക് അകത്ത് കയറി സിറ്റിയിൽ വന്ന് കുറച്ച് വാച്ചിങ്ങിൽ ഒരു 100-500 വാച്ചിങ്ങിൽ ഇവന്റെ ഓപ്പണന്റ് ആയിങ്ങാണ്ട് ഒന്ന് നിന്ന് നോക്ക്, ഇവന്റെ റിയൽ ഫേസ് എന്താന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ഞാൻ പറയണുള്ളൂ. അതേപോലത്തെ ഒരു ഫാൻ ബേസിൽ കുറെ കാലം റെസ്പെക്ട് ചെയ്ത് അത്രയും മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്ഥാനം കൊടുത്തിരുന്ന ഒരാളാണ് ഞാൻ. ഇവന്റെ ഓപ്പോസിറ്റ് അങ്ങ് നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഇവ എന്ത് കുണ്ണയാണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. കമ്മ്യൂണിറ്റിയിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോടാ, ഞാൻ കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവനല്ലേ. കമ്മ്യൂണിറ്റി നന്നാക്കാൻ വന്നവനല്ലാത്ത കൊല്ലങ്ങളായിട്ട് 6 വർഷത്തെ പാരമ്പര്യം ഉണ്ടല്ലോ ഇവിടെ കാണുന്ന ആൾക്കാർക്ക്. 6 വർഷമായിട്ട് RP കാണുന്ന പാരമ്പര്യമുള്ള ആൾക്കാർക്ക് അന്നും ഇവൻ കുണ്ണയാണെന്നാ പറയണേ, ഇന്നും ഇവൻ കുണ്ണയാണെന്നാ പറയണേ. അത് മാത്രം ആലോചിച്ചാൽ അന്ന് വേറെ ഗാങ്ങാളാ പറയണേ, ഇന്ന് വേറെ ഗാങ്ങാളാ പറയണേ, അതാണ് മാറ്റം. ഷെയ്ക്ക് പുതിയതാണ് ഇതിലോട്ട്. ഓക്കെ, ഷെയ്ക്ക് പക്ഷെ കൊട്ടേരെന്ന് ഒരു കാര്യം മാത്രം ഷെയ്ക്ക് പഠിച്ചിട്ടുള്ളൂ, റെക്കോർഡ് എടുത്ത് വെക്കാൻ വേണ്ടിട്ട്. അതെ, ഈ റെക്കോർഡ് പഠിപ്പിച്ചത് ഇവനാണ്. അയ്യോ അള്ളാ, ഞാൻ ഒന്നും പറയുന്നില്ല. ഫ്ലഫിന്റെ കാര്യം വെയിറ്റ് ആക്കി ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഫ്ലഫിന്റെ എന്താണ് ഇന്നലെ പറഞ്ഞത്, ഫ്ലഫിന്റെ ചിറി അടിച്ചു പോകാൻ പൊളിക്കുന്ന ഇവ ആരാടാ? ചിറി അടിച്ചെല്ലാം പൊളിക്കാന് ഇവ എന്താ വന്നിട്ട് ചിറി അടിച്ചു പൊളിക്കുന്നു ഫ്ലഫിന്റെ? ഇവ ആര്? ഫ്ലഫ് എടാ ഞാൻ പറയട്ടെ, ഇവൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ മുത്തേ ഇവന്റെ 1 10 പൈസ വാങ്ങല്, അതുകൊണ്ട് കുടുങ്ങും, മനസ്സിലായോ? അതുകൊണ്ട് കുടുങ്ങും. ഇവൻ ഫ്ലഫിനെ അന്ന് ഫ്ലഫി തലേ ദിവസം എന്റെ വീട്ടിൽ ചെന്നപ്പം ഫ്ലഫി ഇതിന്റെ അടുത്ത് പറഞ്ഞതാ, എന്തോ കൊയഞ്ഞു വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈഗിളാണ്, അവിടെ ചെന്നാണ്ട് ബില്ല് കൊടുത്തത് ഈഗിളാണ് എന്നുള്ളത്. അത് കൊടുക്കണ്ടെന്ന് ഫ്ലഫി അത്രയും പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് പറഞ്ഞപ്പോൾ അത് ഇവൻ കളിയാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഫ്ലഫി ഇതിന്റെ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കളിയാക്കാണെന്നെ പൈസന്റെ കേസല്ലേ, പൈസ കൊടുത്താൽ തീരുന്നതല്ലേ ഉള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഇന്നലെ വന്നാണ്ടിരുന്ന് പറയാം, ഞാൻ നിനക്കൊക്കെ ചെയ്തതിന്റെ കണക്ക് നീ ഒന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, നിന്റെ ചിറി അടിച്ച് ഞാൻ പൊളിക്കും. നീ ഒരു ഹോസ്പിറ്റലിൽ 10,000 രൂപ കൊടുത്തേനാടാ കുണ്ണേ, നീ വന്നിട്ട് ചിറി അടിച്ച് പൊളിക്കും പറയണേ. ചെറിയടിച്ച് പൊളിക്കുന്നു, ഇത് ബാക്കിയുള്ളവരുടെ കൈ എന്ത് അല്ല എന്ത് ഗുണ്ടേ? ഞാനും മാക്കും പപ്പടൊക്കെ ഇരുന്ന് കണ്ട് വിളിച്ച കോളില് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഈകളെ പയ്യെ ഗ്രൂപ്പൊക്കെ നല്ല രീതിക്ക് മോണിറ്റർ ആയി വരുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റിക്കേഴ്സും ഇതൊന്നും ഇടാതെ ഞാൻ നോക്കിക്കോളാം. ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഈ അവരാധിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പയ്യെ കുറച്ച് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവനെ പേടിച്ചിട്ടൊന്നുമല്ല. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യുമ്പോൾ ഇനി നമ്മളെ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വരണ്ടാന്ന് എഴുതിയിട്ടാ. ഇവനോടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും കീപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ മുതൽ എൻ്റെ അഭിപ്രായത്തിൽ മെമ്പേഴ്സ് ഇടരുത്, അഡ്മിൻസ് ഇടണം. രാവിലെ 2 കൊട്ട, ഉച്ചക്ക് 2 കൊട്ട, വൈകുന്നേരം 2 കൊട്ട, രാത്രി 2 കൊട്ട, മനസ്സിലായോ? സ്റ്റിക്കർ ഗ്രൂപ്പിൽ ഇട്ടോളണം. അത് ഞാൻ റൂളാക്കി കണ്ടിടുകയാണ്, അത് കാണിച്ചു തരാം. ഇവനെ ഞാൻ എന്റെ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ പിക്ക് തന്നെ ഞാൻ കൊട്ട ആക്കാൻ പോവുക. ഡിസ്കോഡില് ഈഗിൾ സാരി എടുത്ത് നിൽക്കണ ഫോട്ടോ എന്താ ഡിലീറ്റ് ആക്കാത്തത് എവിടെയെന്ന് എഴുതി ഞാൻ പോയി നോക്കുമ്പോൾ അപ്പോൾ തന്നെ അത് അവന്മാര് കാണിച്ചു തന്നതാണ്. അവന്മാരെ ഈ പറയുന്ന ഡിമോനോ ആരോ ഒരുത്തം വിളിച്ചുങ്ങാണ്ട് ഇതേമാതിരി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിച്ചതാണ്. ഇത് ഷെയ്ക്കിന്റെ ഡിസ്കോഡിൽ വന്നാൽ ഇതൊന്നും എന്താ മോണിറ്റർ ചെയ്യാത്തത്? ഇവന്റെ അല്ല, ഞാൻ മോണിറ്റർ ചെയ്യണം. ഇന്റത് ഈ കുണ്ണൊന്നും മോണിറ്റർ ചെയ്യൊന്നുമില്ല.
ചാറ്റും പറയുന്നു. അവിടെ ഇരുന്നാണ്ട് അമ്പീന്നും മറ്റേ പറയുന്നെല്ലാം പറയണ അതൊന്നും ഇവന്മാരൊന്നും ഒരുത്തന്റെയും ഈ മറ്റേ ഗ്യാങ്ങാണ് മറിച്ച ഗ്യാങ്ങാണെന്ന് പറയണതൊന്നും ഒരുത്തന്റെ ഇവന്മാരൊന്നും മോണിറ്റർ ചെയ്യൂല. ഇവന്റെ ഒക്കെ എന്നിട്ട് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഇവൻ ആരും ഒന്നും പറയരുത്, ഇവനെ പേടിച്ചിങ്ങനെ വരുമ്പോ തന്നെ തലൈവരെ വണക്കം എന്ന് പറഞ്ഞ അങ്ങനെ തൊഴുതുകാണ്ട് പോണം ഇവനെ. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് KVL നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റുകൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. We welcoming Prithvi back to KVA. സുകുമാരൻ പൃഥ്വി, ഓ വെൽക്കം വെൽക്കം. നമ്മള് 2-3 ദിവസമായി ഡിലേ ആയി. അതൊരു ഹെവി ഐറ്റം തന്നെയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതാണല്ലോ. സോ വി വെൽക്കമിങ് ഹെൻസോ ബാക്ക് ടു KVA. എന്നെ PL അടിച്ച് ഫസ്റ്റ് റിക്രൂട്ട്, അത് ആദ്യ സെക്കൻഡ് ലുക്കൊക്കെ മാറി ഹെൻസോ. അടുത്ത ആള് വരുന്നത്, ആളിപ്പോ സിറ്റിയിലില്ല, കുറച്ച് ബിസിയാണ്, കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. പക്ഷെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 2-3 ദിവസമായിട്ട് ഓൾറെഡി ഡിലേ ആയതാണ്. അപ്പോൾ ഇനിയും അത് എല്ലാവരും മനസ്സിലെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റിവീലാക്കാണ്, അനൗൺസ് ചെയ്യാണ്. ആള് വന്നിട്ട് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് വെൽക്കം ചെയ്യാം. സോ വി വെൽക്കമിങ് ലെക്സി ബാക്ക് ടു KVA. ജർമ്മൻ. അവന് അരമണിക്കൂർ എടുക്കും. അവൻ കുറച്ച് ബിസിയാണ്. അടുത്ത റിക്രൂട്ട്. സോ ലെറ്റ്സ് ഗോ. വി വെൽക്കം വിഷ്യസ് ബാക്ക് ടു KVA. എല്ലാവരും കംബാക്ക് ആണ് ഗൈസ്, എല്ലാവരും കംബാക്ക് ആണ്. ഇവന് അപ്കമിങ് ജർമ്മനാണ്. എങ്ങനെ പോകുന്നു? ഇവിടെയും തീരാൻ പോകുന്നില്ല, ഇനിയും കുറെ ആൾക്കാർ ഇനിയും വരും. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വരും. സോ വി വെൽക്കം സിദാൻ ബാക്ക് ടു KVA. സിദാന്റെ ബാറ്റ്മാന് മയിലിന് ക്രോസ് ആയിട്ടുണ്ടായത്. എൻ്റെ ആ ഒരു കോൺട്രവേഴ്സിയിൽ ഷെയ്ക്ക് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ഈഗിള് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഈഗിളിന്റെ കിക്കിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ചില മൊമെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നതുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇതിവന്റെ സ്ഥിരം പടി. ഇവൻ എന്തിനകത്ത് പറയുന്നറിയോ? ഞങ്ങള് അവനെ ഇറക്കിയും പോയി, ഇവന്മാർക്ക് ഇനി ചാൻസ് കൊടുത്തില്ല. ഈ അച്ചി പറയുകയാണേ ഗൈസ് എൻ്റെ അടുത്ത്. ഞാൻ പറയാ, നമുക്കൊരു ഗ്യാങ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലേ ഗൈസ്? അതായത് നമ്മളെ ആരും അടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നല്ല ടീം ബിൽഡ് ചെയ്യാമെന്ന് ഇവൻ വന്ന് നമ്മളോട് പറയുവാണേ, എടാ എൻ്റെ പേടി ഇതല്ല, T47 സ്ലോട്ട് കൊടുത്തില്ലെങ്കിൽ ഇവന്മാർ ഗ്യാങ് ആയിട്ട് വന്ന് ഞങ്ങളെ അടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന്. അതൊക്കെയാണ് ഇവൻ്റെ കൺസേൺ. മനസ്സിലായ? ഇവൻ്റെ കൺസേണും ഇവൻ്റെ പേടി അതൊക്കെയാണ്. ഇതാണ് അന്ന് വെളുപ്പിനെ വരെ ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് VC-യിലിരുന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന വാണം. മനസ്സിലായ? ഇതാണ് ഇവൻ. ഈ A ക്ലാസ് അമ്പി എന്ന് പറയുന്നത് ഇവന് ഇതിനാണ് ഗൈസ്. നമുക്കൊരാൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്കൊരാൾ നമ്മുടെ അടുത്ത് നേരെ വന്നിട്ട്, എടാ നിന്നെ എനിക്ക് ഇഷ്ടമല്ല, പ്രശ്നമാണ്, നിൻ്റെ അടുത്ത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഇതാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ദേഷ്യവും വിഷമവും വരത്തില്ല. ഇതങ്ങനെയല്ല. ലൈവ് ഇരുന്ന് മാസം. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഷെയ്ക്ക് ലൈവ് വരുമ്പോൾ എന്താണ് സ്വഭാവം മാറുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുവാണ്. പുള്ളി എൻ്റെ അടുത്ത് റിപ്ലൈ പറഞ്ഞ ഇതാണേ, അതെന്താണെന്ന് വെച്ചാൽ ഈകളെ എൻ്റെ ഓഡിയൻസ് കൂടുതലും തൊപ്പിയുടെ ഈ മാസ് കണ്ട് വളർന്ന ഓഡിയൻസാണ്. അവരുടെ അടുത്ത് അവരുടെ അടുത്ത് താന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. താന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈഗിളിനെ താങ്ങുന്നു എന്നുള്ളൊരു രീതിയായി പോവും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആക്ട് ചെയ്യുന്നതാ, അല്ലാതെ വേറൊന്നും വിചാരിക്കരുതെന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഇവൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഗൈസ്. എന്നിട്ടും ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, ഇവരെന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ, മിണ്ടാതെ ഞാൻ കേൾക്കുന്നെങ്കിൽ കേൾക്കാം, ചെവി കൊടുത്ത് വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് മിണ്ടാതിരുന്ന്. എന്നിട്ട് ഓരോ വട്ടവും ഈ പറയണത് പോലെ
വോയിസ് ഫുള്ള് ചിലപ്പോൾ അല്ലെങ്കിൽ അവന്മാർ കൺവേർട്ട് ആക്കും. എടാ ഇല്ല, ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ബ്രോ. അതായത് ഇതിനകത്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ കേൾപ്പിക്കാത്തത്. ഇവൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഞാനിത് ഇതാക്കിക്കാം, ഞാനിത് പ്ലേ ചെയ്ത് കാണിക്കാം മൊത്തത്തിൽ. മനസ്സിലായി? ഇതാണ് ഇവൻ. ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇമ്പ്രസ് ആയേം പോവും. കാരണം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വിഷമം പറയും, ഭയങ്കര ഇത് പറയും അത് പറയും, പിന്നെ അവന്മാർ ഓസി പറയുക ഇത് പറയുക, എൻ്റെ കുറേ ക്ലിപ്പുകളുണ്ട് അവരുടെ കയ്യിൽ, MRC-കാരുടെ കയ്യിൽ. ഇപ്പം മറ്റേ VH-ൻ്റെ കയ്യിൽ എൻ്റെ കുറേ ക്ലിപ്പുണ്ട്. ഇതൊക്കെ ആയിട്ട് വരും. പിന്നെ ഇനി അടുത്ത ഞങ്ങളുടെ പേടി എന്ന് പറഞ്ഞാൽ തൊപ്പി ഇതെല്ലാം കഴിഞ്ഞ് ലൈവ് വന്നിട്ട് വീണ്ടും അപരാധിച്ചു തുടങ്ങും ഞങ്ങളെ. അന്നേരത്തേക്കിന് ഞങ്ങൾക്കൊരു ബേസ് ഉണ്ടാക്കി വെക്കണം. ഇതെന്നോട് ഇവൻ പറഞ്ഞ കാര്യം അല്ലെന്ന് ഇവൻ പറയട്ടെ. അല്ലെന്ന് പറയട്ടെ. ഇവൻ നമ്മളോട് വന്ന് പറഞ്ഞാൽ തൊപ്പി വന്ന് നമുക്കൊരു വെറുതെ ഹെയ്റ്റ് തരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓഡിയൻസിന് ഒരു കുറച്ച് ഡൈഹാർഡായിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഇന്നെല്ലാം ഇരുന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ കേട്ട് ബ്രെയിൻ ഡെഡായി സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ എന്നിട്ട് വിചാരിച്ച ഓക്കെ സംസാരിക്കാൻ പോകണ്ട. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ RSS7 ഗ്യാങ് ആവാത്തതിൻ്റെ കാര്യത്തിനകത്ത് എന്നെ വലിച്ചിട്ട് ഈ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പുറത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിനകത്ത് കുറേ ഇത്തിൽ കണ്ണികളല്ലേ ഇപ്പോൾ ഇവന്മാർ റിപ്ലൈ കൊടുത്തത്. ഈ ഇത്തിൽ കണ്ണികൾ ഇരുന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ കുറച്ച് ദിവസമായിട്ട് ഈ പറയണതുപോലെ അൺനെസസറി ആയിട്ട് മോക്ക് ചെയ്യുന്നതിനും പറയുന്നതിനുമാണ് ഇപ്പം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞത്. അല്ലാതെ നമ്മൾ ആ സിറ്റുവേഷനിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. മനസ്സിലായ? അതാണ് കാര്യം. നിങ്ങൾക്ക് എന്തിൻ്റെ പ്രൂഫാണ് ഈ ഇപ്പം ഞാൻ കേൾപ്പിച്ച ഓഡിയോ എന്ന് പറയുന്നത്? ഇത് T47 പറ്റി പറയുന്നതിന് ഇവൻ കേൾപ്പിച്ച ഓഡിയോയുടെയൊക്കെ ഇവൻ്റെ ലൈവ് ഞാൻ ചോദിക്കട്ടെ, ഇവൻ്റെ ലൈവ് പ്ലേ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും സീരിയസ് ആയിട്ട്. ഇവൻ കാരണം എന്നെ അമ്മാതിരി വിളിച്ചിട്ടുണ്ട് അതിനകത്തിരുന്ന്. അത് കണ്ടോ, ഇതിനകത്ത് ഓരോ ഓഡിയോ ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ നോക്കിയാൽ മതി. 27 മിനിറ്റ്, ഇത് 27 ഫോക്കസ് ആവും. 27 മിനിറ്റ്, 22 മിനിറ്റ്, 8 മിനിറ്റ് 52 സെക്കൻഡും 3 മിനിറ്റ് 19, 21 ഇത്രയും. ഇതിൽ ഞാൻ പറയാം ഗൈസ്, ഇത് ഞാൻ മൊത്തത്തിൽ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല ആൾക്കാരെയും പറ്റി സംസാരിക്കുന്നുണ്ട്. ഇത് ഒരാളെ പറ്റി മാത്രമല്ല, ഇവരുമായിട്ട് പ്രശ്നമുള്ളതും പിന്നെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ അടുത്തും സംസാരിക്കണ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ അവനിന്ന് വന്നപ്പോൾ ടൈം സ്റ്റാമ്പ് ഒക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് പ്ലാൻ ചെയ്താൽ വന്നത്. എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവൻ ഓഫ്ലൈനിലുള്ള ഇവൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇവൻ ഈ ഓഫ്ലൈനിൽ കളിച്ച അമ്പിയാണ് നിങ്ങൾ ഇന്ന് കണ്ട സ്ക്രീനിൽ കണ്ട ഇവൻ ശരിക്കും ഉള്ളത്. മനസ്സിലായ? ഇപ്പൊ പോലും എൻ്റെ അടുത്തുനിന്ന് എൻ്റെ വൈഫടക്കം വിളിച്ച് പറഞ്ഞാൽ നീ ഇതേപോലെ തിരിച്ച് വിളിച്ച് സംസാരിക്കണം, നമ്മളത് നിർത്തിയത് അതാണെന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആ ട്രാക്കിലിരുന്ന് വിളിക്കാത്തത്. അല്ലാതെ നിന്നെയൊക്കെ പേടിച്ചിട്ടോ നിൻ്റെയൊക്കെ വലിയ അണ്ണനെ പേടിച്ചിട്ടില്ല. നീയൊക്കെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് പിന്നെയാണ് നിന്നെ പോലത്തെ ഇത്തിൽ കണ്ടികളെ പേടിക്കണം ഞാൻ. നിന്നെയൊക്കെ നിന്റെ മറ്റേ ഈ ഞണ്ണാവണ്ണ ഭീഷണി ഇതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ഇതൊക്കെ നിന്റെ കയ്യിൽ മനസ്സിലായ? നിന്റെ കൂട്ടിരുന്ന് തിരിച്ച് വിളിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. അത് ആ സംഭവം വന്നപ്പോൾ നീയൊക്കെ പേടിച്ച് മുള്ളിയല്ലോ. എന്നിട്ട് ഇപ്പം മറന്നുപോയോ? എല്ലാം മറന്നുപോയോ? നീയൊക്കെ എന്തിനൊക്കെ എൻ്റെ അടുത്ത് ഓഫ്ലൈനിൽ വന്നിട്ടുള്ള കാര്യം എനിക്കറിയാം. ഞാൻ ഇതിനകത്തോട്ട് ഓസി ഡ്രാഗ് ചെയ്യാത്തത് ഞാൻ നിന്നോടൊക്കെ ഉള്ളൊരു ഒരു ലാസ്റ്റ് കൺസിഡറേഷൻ ആയിട്ട് വെച്ചേക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയുക. നിനക്കൊന്നും ഒരു അണ്ടിയും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഷെയ്ക്കേ. മര്യാദയ്ക്ക് ഞാൻ പറയുക. ഇത് ഇവിടെ നിർത്തി നീ നിന്റെ മറ്റേ അണ്ടി ഗാങ്ങോ ഗുണ്ടഗാങ്ങോ എന്തോ വെച്ച് കളിച്ചോണ്ടിരി. ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. എന്നിട്ട് ഇന്ന് നീ മാക്കിനെ വെച്ച് വിക്ടിം കാർഡ് ഇറക്കിയല്ലോ. മാക്കിനെ എന്ത് ഇതാക്കുന്ന? മാക്കിനെ അയച്ച മെസ്സേജ് നീ കാണിച്ചായിരുന്നോ? ഞാൻ എന്നാൽ കാണിച്ചു കൊടുക്കാം. ഞാൻ മാക്കിനെ അയച്ച മെസ്സേജ് എന്താ? ഞാൻ ഇത്രയാണ് പറഞ്ഞത് മാക്കിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞു ഈ കുണ്ണയുടെ മാസടി ലൈവ് ഇട്ട് തന്നെ റിപ്ലൈ പറയും. ഞാനൊന്നും കൺട്രോൾ ചെയ്യില്ല, ഞാൻ എല്ലാം പറയും. അന്നേരം എന്നെ തിരിച്ച് വിളിച്ച് ഞാൻ എടുത്തില്ല. അതിനി എന്ത് കാര്യമാണേലും, ഇനി നിൻ്റെ കാര്യമാണെങ്കിലും ഇവൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ഫാമിലിയെ മൊത്തം ഡ്രാഗ് ആക്കിക്കൊണ്ടിരിക്കുക ഗ്രൂപ്പിൽ. അല്ലാതെ അത് ഭീഷണിയൊന്നുമല്ല. നീ പറഞ്ഞ കാര്യം അതേപോലെ പറഞ്ഞതാ. പിന്നെ വീട്ടിൽ കയറി അടിക്കും മറ്റേ പറിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നിൻ്റെ മറ്റേ 10ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10 കൊലവാണങ്ങൾ എൻ്റെ കാല് നോക്കി കരഞ്ഞിട്ടുണ്ട്. ഇന്ന് പോലും കേൾക്കണം. ഇന്ന് കേൾക്കണം. നിൻ്റെയൊക്കെ ഗ്രൂപ്പിലും മറ്റേ മെയിൻ നിൻ്റെ ഗ്രൂപ്പിൽ മറ്റേ 50 വോയിസ് മെസ്സേജ് അയക്കണ അവനൊക്കെ ഇല്ല. അവനൊക്കെ എൻ്റെ കാല് പിടിച്ചിരുന്ന് കരഞ്ഞായിരുന്നു. മനസ്സിലായ? അതേപോലത്തെ കുറേ അവന്മാരുണ്ട്. അവന്മാരെ ഞാൻ വീട്ടിൽ പോയി തന്നെ അടിക്കും. ഇനി ഇമാതിരി തന്തലാഴിയോ എൻ്റെ കുടുംബത്തെ പറ്റി എൻ്റെ തന്തലാഴി എൻ്റെ ഇൻബോക്സിൽ ഒന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി അടിക്കുന്നതിൽ ഒരു സംശയമില്ല. എനിക്കൊരു പേടിയില്ല കൂട്ടത്തിൽ. ഞാൻ കേൾപ്പിച്ചു തരാം നിനക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവൻ്റെ നമ്പർ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇവൻ്റെ നമ്പർ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല. ഫേസ് ക്യാമിൽ എന്തായാലും നമ്പർ കാണും. വെയിറ്റ്
ഈകളെ സോറി സോറി എന്ന് പറഞ്ഞ് എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നല്ല കുറേ ഉണ്ട്. ഇത് കണ്ട കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. ഈകളെ സോറി എന്ന് പറഞ്ഞ് കിടന്ന് വിളിച്ചോണ്ടിരിക്കുക എന്നെ. ഇങ്ങനത്തെ കുറെ കൊച്ചു ഫുണ്ടുകൾ മാത്രമാണ് ഇവന്മാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മറ്റേ നിനക്ക് മറ്റേ ഇത് പറയുമ്പോ ഇങ്ങനത്തെ ഉള്ളവന്മാരെ ഞാൻ പിടിച്ച് ഉമ്മ വെക്കാടാ. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി വീട്ടിൽ ചെന്നിട്ട് ഇതുപോലത്തെ നിന്റെ ഈ 10 മറ്റേ കൊച്ചു ഫുണ്ടുകളെ നീ വീട്ടിൽ വളർത്തിയിട്ട് അവന്മാർക്ക് രാവിലെ സെർലാക്കം കലക്കി കൊടുത്തിട്ട് നിന്നെ അച്ചാന്ന് വിളിക്കാൻ പറയടാ. ഷെയ്ക്ക് വേണമേ ബ്രാവോ. ഇവന്മാരുടെ ഗ്യാങ് ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കും ബ്രാവോ. അവന്മാരുടെ കരച്ചിൽ അങ്ങനെങ്കിലും തീരട്ടെ. അവന്മാരുടെ കരച്ചിൽ അവന്മാർക്ക് കൊടുക്ക. അല്ലെങ്കിൽ ഈ കൊച്ചു പിള്ളേരുടെ മറ്റേ പ്രാക്ക് കിട്ടും തലയ്ക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.